കവി ഷാജി ഹനീഫിന്റെ കവിതാ സമാഹാരം ക്വാഹിഷ് പ്രകാശനം ചെയ്തു. ഷാജി ഹനീഫിന്റെ 6ാമത് പുസ്തകമാണ് ക്വാഹിഷ്. ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിലെ റൈറ്റേഴ്സ് ഫോറത്തിൽ വെച്ചാണ് പുസ്തകം പ്രകാശനം ചെയ്തത്. KPK വെങ്ങരയും കവി കുഴൂർ വിൽസണും ചേർന്ന് പ്രകാശനം നിർവഹിച്ചു. P. ശിവപ്രസാദ് പുസ്തകം പരിചയപ്പെടുത്തി. സജന അബ്ദുള്ള ആശംസ നേർന്നു. ഹമീദ് ശങ്കരൻകുളം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നിസാർ ഇബ്രാഹിം, യാക്കൂബ് ഹസൻ, മുഹമ്മദ് അനീഷ്, ബബിത ഷാജി എന്നിവർ സംബന്ധിച്ചു. ഒരേപോലെ സൗഹൃദ ജീവിതം എടുത്തു പറയേണ്ടതാണത്. സൗഹൃദ ജീവിതവും ഒരേപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഷാജി ഹനീഫ്. ക്വാഹിഷിന്റെ മീനിങ് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഷാജിക്ക് ഒഴികെ. ഷാജിയുടെ കുടുംബം പറയരുത് കേട്ടോ. കേൾപ്പിക്കാണെന്ന് എന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഡിസയർ, അഭിലാഷം എന്നൊക്കെയാണ് ഉറുദു വേർഡാണ്. ഷാജിക്ക് അങ്ങനെയും ഒരു ക്വാളിറ്റി ഉണ്ട്. ഗസലിനെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാണ് ഷാജി. ഇപ്പൊ ഞാൻ ചൊല്ലാൻ വേണമല്ലോ അല്ലേ? പുതിയാപ്പിളില്ലാതെ നിക്കാഹാണ്. പ്ലീസ് കം. വിളിച്ചു, അതാണ്. ക്വാഹിഷിന്റെ കവർ ചെയ്തിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട എവിടെ താടിവാല നമ്മുടെ പ്രിയപ്പെട്ട നിസാർ ഇബ്രാഹിമാണ്. അദ്ദേഹം ശാസ്ത്രമുണ്ട്. താങ്ക് യു. അതേപോലെ ഇതിന്റെ ഇല്ലസ്ട്രേഷൻ നിർവഹിച്ചിരിക്കുന്നത് നമ്മുടെ ചിത്രകാരൻ താജ് ബക്രാണ്. പ്രസാധനം നിർവഹിച്ചിരിക്കുന്നത് സാഗ ബുക്സ് ആണ്. ഇത് നമ്മുടെ പ്രിയപ്പെട്ട ചിരന്തനയിൽ പുസ്തകം അവൈലബിൾ ആണ്. സഞ്ജാന്ത പ്ലീസ് ഓൺസ്. ഇത് ശരിക്കും ഒരു കുടുംബ പരിപാടിയാണ്. അതിൽ ഉൾപ്പെട്ടില്ല എന്ന് തോന്നുന്നവർ എഴുന്നേറ്റ് പോകരുത്. അതുകൊണ്ടല്ല പറഞ്ഞത്. അക്ഷരക്കൂട്ടത്തിന്റെ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരും അക്ഷരക്കൂട്ടത്തിന്റെ കുടുംബാംഗങ്ങളാണ്. രചയിതാവ് അക്ഷരക്കൂട്ടത്തിൽ ഉൾപ്പെട്ടയാളാണ്. ഈ ഇരിക്കുന്നതിൽ പലരും അക്ഷരക്കൂട്ടത്തിലെ അംഗങ്ങളാണ്. അക്ഷരക്കൂട്ടം എന്തെന്ന് ചോദിച്ചാൽ UAE ഏറ്റവും പഴയ എന്ന് അവകാശപ്പെടാമോ എന്ന് എനിക്കറിയില്ല. 25 വർഷങ്ങൾ പൂർത്തിയാക്കിയ സാഹിത്യ, സാമൂഹിക, സാംസ്കാരിക സംഘടനയാണ്. അതിലെല്ലാവരും ഉണ്ട്. പാട്ടുകാരുണ്ട്, സിനിമാക്കാരുണ്ട്, ചിത്രകാരന്മാരുണ്ട്, ശില്പികളുണ്ട്, എഴുത്തുകാരുണ്ട്, എല്ലാവരും ഉൾപ്പെട്ട ഒരു സംഘടനയാണ്. എന്നാൽ നിയതമായ പ്രസിഡന്റോ സെക്രട്ടറി ഒന്നും ഇല്ലാത്ത ഒരു സംഘടന കൂടിയാണത്. എന്നാലും അത് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിന് 25ാം വാർഷികം നടക്കുകയാണ്. ഇത് അക്ഷരക്കൂട്ടത്തിന്റെ ഒരു കുടുംബ സംഗമം കൂടിയാണ്. അതിന് പുറത്താരെങ്കിലും ഉണ്ട് എന്ന് തോന്നുകയാണ്. പ്ലീസ് അതിനുള്ളിലേക്ക് കടന്നു വരിക. താങ്ക് യു. ഈ പുസ്തകത്തിന്റെ പരിചയം നടത്തുന്നതും അതേപോലെ ഇതിന്റെ അവതാരിക എഴുതിയിരിക്കുന്നതും അക്ഷരക്കൂട്ടത്തിലെ തലമുതിർന്ന അംഗമായ P. ശിവപ്രസാദാണ്. ശിവേട്ടനെ ഞങ്ങൾ ശിവേട്ടൻ എന്നാണ് വിളിക്കുന്നത്. ശിവേട്ടനെ ആദരപൂർവ്വം പുസ്തക പരിചയത്തിനായി ക്ഷണിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഷാജിയുടെ
UAE ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക കാലത്ത് ഒപ്പം നടക്കാൻ തുടങ്ങിയ ഒരാളാണ് ഞാൻ. സാഹിത്യ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ പലപ്പോഴും സമാന്തര രേഖകൾ പോലെ ഇടയ്ക്കിടയ്ക്ക് കൂട്ടിമുട്ടി, ഇടയ്ക്ക് തർക്കിച്ച് ഒക്കെ അക്ഷരക്കൂട്ടത്തിലായാലും പുറത്തായാലും ഞങ്ങൾ ഒന്നിച്ച് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെയുള്ള ഒരുപാട് പേരുടെ ഒരു കൂട്ടായ്മയുടെ ഭാഗമെന്ന നിലയിലാണ് ഷാജി എന്നോട് ഈ കവിതാ സമാഹാരത്തിന് ഒരു അവതാരിക എഴുതണമെന്ന് ആവശ്യപ്പെട്ടു. അവതാരിക എന്ന് പറയുമ്പോൾ എല്ലാ കവിതകളെയും സ്പർശിക്കുക എന്നല്ല, കവിതയുടെ പൊതുധർമ്മം എന്ന് സൂചിപ്പിച്ചുകൊണ്ട്, ചില ഉദാഹരണങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഒരു പഠന സ്വഭാവത്തിൽ അത് എഴുതുകയും ചെയ്തു. അത് ആവർത്തിച്ചൂടെ വായിക്കേണ്ടതില്ല, കാരണം പുസ്തകം നിങ്ങളിലേക്ക് എത്തുകയും നിങ്ങളത് വായിക്കുകയും ചെയ്യും എന്നുള്ളത് കൊണ്ട്. ഷാജിയെക്കുറിച്ച് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഷാജി ഒരു ത്രികോണം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആളാണെന്ന് ഞാൻ എപ്പോഴും പറയും. അതിൻ്റെ 3 കോണുകൾ അല്ലെങ്കിൽ 3 വശങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് പൊന്നാനി എന്ന് പറയുന്ന ദേശം, അവിടുത്തെ സാംസ്കാരികമായ ഒരു പശ്ചാത്തലം. പൊന്നാനി കളരി എന്ന് മലയാള സാഹിത്യത്തിൽ വളരെ പ്രചാരം നേടിയ വലിയ പാരമ്പര്യത്തിൻ്റെതായ രാഷ്ട്രീയ ധിഷണയുടെയും സാംസ്കാരികമായ ഔന്നത്യത്തിൻ്റെയും ഒക്കെ മതേതരത്വത്തിൻ്റെ വലിയ ഒരു പാരമ്പര്യമായിട്ടുള്ള ഒരു ദേശം. നമ്മുടെ ഭാഷാപിതാവ് ജനിച്ച നാടെന്നോ ആദ്യത്തെ ഭക്തിപ്രസ്ഥാനത്തിൻ്റെതായ മുളപൊട്ടിയ നാടെന്നോ കേദാമോദനെ പോലെയും എം ഗോവിന്ദനെ പോലെയും ഒക്കെയുള്ള ദാർശനികരുണ്ടായ ഒരു നാടെന്നോ ഒക്കെ പറയാവുന്ന ഒരു നാട്, അതൊരു വശം. രണ്ടാമത് നിള എന്ന നദി, അതിനെ ചുറ്റിക്കിടക്കുന്ന ഒരു ദേശം എന്ന അർത്ഥത്തിൽ അതിൻ്റെ ഒരു സാംസ്കാരികമായ ഒഴുക്കുണ്ട്. മൂന്നാമതായിട്ട് ഒരു ലോക പൗരൻ എന്ന നിലയിൽ ഈ ലോകത്തിലെ മുഴുവൻ മനുഷ്യരും തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണെന്നും ആ മനുഷ്യരുടെ എല്ലാ സന്തോഷാതിരേകങ്ങളും തൻ്റെ മനസ്സിൻ്റെ ഭാഗമാണെന്നും അവിടെ വീഴുന്ന കണ്ണുനീരും മനുഷ്യന്റെ ചോരയും ഒക്കെ തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണെന്നും തിരിച്ചറിയുന്ന ഒരു സാംസ്കാരിക പ്രതിരോധത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന ആൾ കൂടിയാണ് ഷാജി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എഴുതപ്പെടുന്ന കവിതയായാലും കഥയായാലും യാത്രാവിവരണമായാലും ഒക്കെ വളരെ വ്യത്യസ്തമായ ഡയമെൻഷൻ, ത്രിമാന സ്വഭാവത്തിലോ അതിലേറെയോ മനുഷ്യനെ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദുവായും അതിന് ചുറ്റുമുള്ള എല്ലാത്തിനെയും അതിൻ്റെ ഭാഗമായും കാണുന്ന ഒരു കാഴ്ചപ്പാടിൻ്റെ ഉടമ കൂടിയാണ്. തികഞ്ഞ മതേതരനാണ്. മതങ്ങളിലെ അന്ധവിശ്വാസങ്ങൾക്കെതിരായിട്ട് നിരന്തരം യുദ്ധം ചെയ്യുന്ന ഒരാളാണ്. അതേസമയം തന്നെ മനുഷ്യരുടെ എല്ലാവിധ വ്യഥകളോടും ചേർന്ന് നിൽക്കുന്നയാളാണ്. അയാളുടെ മനസ്സിൽ നിന്ന് കവിത ഉണ്ടാകുമ്പോൾ ആ കവിതയ്ക്ക് അർത്ഥപൂർണത സംഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ചില കവിതകളൊക്കെ പൂർണ്ണമായ അർത്ഥത്തിൽ കവിതയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ആവണമെന്നില്ല. കവിത ഇന്നൊരാളിവിടെ പറയുന്നത് കേട്ടു, ഞാൻ കവിയല്ല, ഞാൻ കവിത എഴുതിയിട്ടില്ല. നമ്മുടെ അബ്ബാസാണ്, KM അബ്ബാസ് പറഞ്ഞു. അത് കവിത ഇന്നാരെഴുതണമെന്ന്, അല്ലെങ്കിൽ മഹത്തായ കവിത എഴുതുന്നവർ മാത്രമാണ് കവി, അല്ലെങ്കിൽ മഹാകവികൾ മാത്രമാണ് കവികൾ, അങ്ങനെയൊന്നും നമ്മൾ നിർവചിക്കേണ്ടുന്ന ഒരു ആവശ്യമില്ല. കവിത എന്നത് ആരുടെ മനസ്സിൽ നിന്നും മുളപൊട്ടാം എന്നാണ് നമുക്കതിൻ്റെ ഒരു ഭാഷാന്തരീകരണത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. കാരണം ലോകത്ത് ഏതേതെല്ലാം ഭാഷകളിൽ കവിത ഉണ്ടാകുന്നു, ഏതേതെല്ലാം മനുഷ്യരുടെ മനസ്സിൽ കവിത മുളപൊട്ടുന്നു, അത് ഭാഷയുടെ അതിർത്തി കടന്ന് ലോകത്തിന്റെ എല്ലാ ആസ്വാദകരുടെയും മനസ്സിലേക്ക് വരുന്ന ഒരു കാലമാണിത്. അത് പുസ്തകത്തിലൂടെ ആയാലും പുതിയ സോഷ്യൽ മീഡിയയുടെ പ്ലാറ്റ്ഫോമുകളിലൂടെ ആയാലും ഒക്കെ സംഭവിക്കുന്നതാണ്. അപ്പോൾ മനുഷ്യർക്കിടയിലെ അകലം കുറഞ്ഞു വരികയും ഇൻഫോയുടെ സ്ഥാനത്ത് അല്ലെങ്കിൽ നോളജിന്റെ സ്ഥാനത്ത് അനുഭവപരമായ ജീവിതം കടന്നു വരികയും ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷത്തിൽ കവിത അതിൻ്റെ എല്ലാ ആകാശങ്ങളിലൂടെയും എല്ലാ തുറസ്സുകളിലൂടെയും സഞ്ചരിക്കുന്ന ചിറകുള്ള ഒരു പക്ഷിയാണ്. ഷാജി അത്തരത്തിലുള്ള കുറേ പക്ഷികളെ ഈ കവിതയിൽ സൃഷ്ടിച്ചിട്ടുണ്ട്, ഈ പുസ്തകത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. അവയെ വിശാലമായ ആകാശത്തിന്റെ ലോകത്തേക്ക് തുറന്നുവിടുകയാണ്. മനുഷ്യ മനസ്സുകളുടെ വിശാലമായ ആകാശത്തിലേക്ക്, ആസ്വാദനത്തിന്റെ പുതിയ മേഖലയിലേക്ക് ആ കവിതകൾ കടന്നു വരികയാണ്. തീർച്ചയായും ഈ പുസ്തകത്തിലെ പല കവിതകളും നിങ്ങൾ ആത്മാർത്ഥമായി വായിച്ചാൽ മനസ്സിനെ സ്പർശിക്കുകയും കുറെ നേരമെങ്കിലും അത് മനസ്സിൽ തങ്ങി നിൽക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത് വ്യത്യസ്തങ്ങളായ തലങ്ങളിൽ എഴുതപ്പെട്ട, കൂടുതലും പ്രവാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ, എന്നാൽ നാട്ടിലെ ലോകത്തിന്റെ എല്ലാ കോണുകളിലും സംഭവിക്കുന്ന എല്ലാ അപകടങ്ങളുടെയും വ്യഥകളുടെയും സന്തോഷങ്ങളുടെയും ഒക്കെ ആകത്തുകയായിട്ടുള്ള കവിതകൾ ഉൾക്കൊള്ളുന്ന ഒരു സമാഹാരമാണ്. ഈ പുസ്തകം വാങ്ങുക, വായിക്കുക എന്നത് ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കുന്ന ഒരു കാര്യമായിരിക്കില്ല എന്ന് ഗ്യാരണ്ടി പറയുവാൻ കൂടിയാണ് ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നത്. ഷാജിയുടെ കവിതകൾക്ക്, ഷാജിയുടെ ചിന്തകൾക്ക് കൂടുതൽ മികച്ച ലോകം സൃഷ്ടിക്കുവാനുള്ള അയാളുടേതായിട്ടുള്ള ഒരു ശ്രമമായിട്ട് വേണം നമ്മൾ ഇതിനെ കാണുവാൻ. എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി.
താങ്ക് യു ശിവേട്ടൻ. പുസ്തക പ്രസാധനത്തിലേക്ക് നമ്മൾ നേരിട്ട് കിടക്കുകയാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന രണ്ടുപേരും ശബ്ദം കൊണ്ട് നമുക്ക് സുപരിചിതരാണ്. കെ പി കണ്ണനെ ഈ സദസ്സിന് മുന്നിലേക്ക് ഞാൻ പരിചയപ്പെടുത്തിയാൽ ഓടിച്ചിട്ട് അടിക്കും. അതുകൊണ്ട് ഞാനത് അതിന് മുതിരുന്നില്ല. അതുപോലെ തന്നെ കുഴൂർ വിൽസനെ നമുക്കറിയാം, റേഡിയോയിലൂടെ നമ്മൾ ഒരുപാട് കേട്ട ശബ്ദമാണ്. ഇപ്പോൾ ഒരു വിശേഷം എന്ന് പറയാവുന്നത് OV വിജയൻ സാഹിത്യ പുരസ്കാരം നേടി എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് കിടന്നാൽ അത് ഭംഗിയായിപ്പോകും. പുസ്തക പ്രകാശനത്തിൽ രണ്ടുപേരെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. കെ പി കണ്ണൻ കുഴൂർ വിൽസന് പുസ്തകം നൽകി പ്രകാശനം നിർവഹിക്കുന്നു. ക്വാഹിഷിന്റെ പ്രകാശന കർമ്മം നിർവഹിക്കപ്പെടുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി അഞ്ചു ഷാജിയുടെ മൂത്ത മകളും താഴെയുള്ള 3 പെൺമക്കളും. ഷാജിയുടെ ശരിക്കും ഒരു കലാകുടുംബമാണ്. ഭാര്യ പുസ്തകം ഇറക്കിയിട്ടുണ്ട്. മൂത്ത മകൾ ഡോക്ടർ ലാമിയ അഞ്ജുവിന്റെ പുസ്തകം വന്നിട്ടുണ്ട്. ചെറിയ മകളുടെ പുസ്തകം വരാനിരിക്കുന്നു. 3 പേരും നന്നായിട്ട് നൃത്തം ചെയ്യുന്നവരാണ്. കലയിൽ അങ്ങനെ മുങ്ങിക്കുളിച്ച് പരിലസിക്കുന്ന കുടുംബമാണ്. പുസ്തക പ്രകാശനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുന്നത് KPK വെങ്കര, ഞങ്ങളുടെ മൂത്ത ജ്യേഷ്ഠൻ. ഈ സദസ്സിനോടും വേദിയോടും ബഹുമാനമുള്ളതുകൊണ്ട് ഞാൻ നിന്ന് സംസാരിക്കുന്നു. സ്നേഹമുള്ളവർ, വേദിയിലും സദസ്സിലും ഉള്ളവരെല്ലാം ചില പരിമിതക്കാരാണ്. ഈ ഹോളിന് പുറത്ത് ഉള്ള ആളുകൾ അവിടെ നിന്നൊരു അല്പം ശബ്ദം കുറച്ചാൽ ഇവിടെ സദസ്സിന് ഒരു സൗകര്യമാവും. അതുകൊണ്ട് പരസ്പരം ഒന്ന് സഹകരിക്കണം എന്ന് വിനയപരസ്പരം അഭ്യർത്ഥിക്കുന്നു. ഞാൻ ഹമീദിൻ്റെ ജോലി തൽക്കാലത്തേക്ക് പഴയ ഓർമ്മകളിൽ നിന്ന് എടുത്തു ചെയ്തതാണ്, ക്ഷമിക്കണം. ഇത് പരസ്പരം അറിയുന്ന ഒരു കുടുംബ സദസ്സാണ്. ഇവിടെ പ്രകാശിപ്പിക്കപ്പെട്ട പുസ്തകത്തിൻ്റെ രചന നിർവഹിച്ച ക്വാഹിഷിൻ്റെ രചന നിർവഹിച്ച ഷാജി ഹനീഫ് നമുക്കൊക്കെ സഹോദരനോ, വ്യക്തിപരമായി എനിക്ക് മകനോ, എനിക്ക് പിറക്കാതെ പോയ മകനോ സഹോദരനോ ഒക്കെയാണ്. അങ്ങനെയുള്ളൊരു ആത്മബന്ധം നമ്മൾ സൂക്ഷിക്കുന്നുണ്ട്. ആ ഒരു നൂലിയുടെ ബന്ധമാണ് നമ്മളെ പരസ്പരം കോർത്തിണക്കുന്നത്. അതിൻ്റെ പുറത്താണ് അക്ഷരക്കൂട്ടത്തിൻ്റെ 25 വർഷത്തിൻ്റെ ഐക്യം ഊട്ടി ഉറപ്പിക്കപ്പെട്ടത്. ഈ സ്നേഹം ഇതിൽ അംഗമായിട്ടുള്ളവർക്കും പുറത്തുള്ളവർക്കും ഒക്കെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ പുസ്തകം അംഗീകരിക്കപ്പെടാൻ പോകുന്നത് എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ആവർത്തന വൈരസ്യം അനുഭവിക്കും, ഉറപ്പാണ്. കാരണം അതിനപ്പുറം എനിക്കും പറയാനില്ല എന്നുള്ളതുകൊണ്ടാണ്. ഇതിലെ അവതാരിക എഴുതിക്കൊണ്ട് അദ്ദേഹം വളരെ ചെറിയ സൂചനകൾ മാത്രം നൽകിക്കൊണ്ടാണ് പോയത്. പക്ഷെ ഈ കവിതകളുടെ ആഴത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം കടുത്ത ചൂടാണ്. നമ്മളെല്ലാ സൗകര്യങ്ങൾക്കും വേണ്ടി അതിർത്തികൾ നിശ്ചയിക്കുന്നവരാണ്. ഇവിടെ നേരത്തെ ശിവപ്രസാദ് പറഞ്ഞതുപോലെ അതിരില്ലാത്ത ആകാശത്തിൻ്റെയും അതിരില്ലാത്ത ഭൂമിയുടെയും ഇടയിലാണ് നമ്മളൊക്കെ ജീവിച്ചു പോകുന്നത്. ആരാണ് അതിരുകൾ നിശ്ചയിച്ചത്? വളരെ എളുപ്പത്തിൽ പറയുമ്പോൾ പച്ച എന്ന് പറയുമ്പോൾ പച്ച നിറം എന്ന് പറയുമ്പോൾ നമ്മൾ ആരും അതിൻ്റെ ഒരു വിവേചനം കാണിക്കില്ല. പക്ഷെ പച്ച എന്ന് പറയുമ്പോൾ
അതിനൊരു വിവേചനശീലം വന്നു. പക്ഷെ അതിൻ്റെ മറ്റൊരർത്ഥം ഹരിതാഭമാണ് എന്ന് പറയും. നാം പ്രേംനസീറിനൊക്കെ പറയും നിത്യഹരിത നായകൻ എന്ന് പറയുമ്പോഴുള്ള മനോഹാരിത, ഹരിതാഭ എന്ന് പറയുന്ന മനോഹാരിത. അങ്ങനെ ഒരു പോസിറ്റീവ് മൈൻഡാണ് ഒരു എഴുത്തുകാരൻ ഉണ്ടാവേണ്ടത്. ആ ഒരു പോസിറ്റീവ് മൈൻഡിലാണ് ഷാജി ഹനീഫയുടെ കവിതകളൊക്കെ സഞ്ചരിക്കുന്നത്. വിശ്വമാനവികതയുടെ നേർക്ക് വെളിച്ചം പകരുന്ന ഒരു മൺചിരാതായി അദ്ദേഹത്തിൻ്റെ തൂലിക ഇവിടെ വെളിച്ചം പകരുകയാണ് നമുക്ക്. അതാണ് അദ്ദേഹത്തിൻ്റെ കവിതകൾ. ഇതിലെ ഓരോ കവിതകളും കഠിനതകളുടെ, അവിടെ സച്ചിദാനന്ദൻ മാഷനെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ കഠിനമായ പ്രവാസ ജീവിതത്തിൻ്റെ ആകുലതകളും വേവലാതികളും വേവതുകളും ഒക്കെ തന്നെ ഇതിൽ ആവാഹിച്ചെടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ സൂചകമായ ഒരു പ്രതീക്ഷാനിർഭരമായ നക്ഷത്രത്തിളക്കം പല അക്ഷരങ്ങളിലും ഞാൻ ദർശിക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. അത് തികച്ചും യാഥാർത്ഥ്യമാണ്. അതുപോലെ എനിക്ക് ഷാജിയുടെ കവിതകൾ വളരെ പെട്ടെന്ന് ബോധ്യപ്പെടുന്ന ചില കാര്യങ്ങൾ, ചില അദ്ദേഹത്തിൻ്റെ പദപ്രയോഗങ്ങൾ, സമസ്ത പദങ്ങൾ, അതിങ്ങനെ പ്രയോഗിക്കുമ്പോൾ പറയുന്നത് ഷാജി ഹനീഫയുടെ കവിതയാണ്. വളരെ പെട്ടെന്ന് റെക്കഗ്നൈസ് തിരിച്ചറിയാൻ പാകത്തിലുള്ള ചില ഭാഷാപ്രയോഗങ്ങൾ. ഇത് സാന്ദർഭികമായി പറയട്ടെ, ഹമീദൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഒരു എഴുത്തു കുടുംബത്തിൻ്റെ ഒരു വല്ലാത്ത സൗന്ദര്യമുണ്ട് ഇവരുടെ എല്ലാവരുടെയും ഭാഷകൾ. അഞ്ചു എഴുതും, അച്ചു എഴുതും, കുഞ്ഞു എഴുതും, ബബി എഴുതും, ഷാജി എഴുതും. അതിമനോഹരമായി എഴുതും. ചുമ്മാ വെറുതെ കേവലമായ ഒരു എഴുത്തിൻ്റെ പാതയിലല്ല. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി ഷാജിയുടെ എഴുത്തിൻ്റെ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ, പലതും ഇവിടെ സൂചിപ്പിച്ചതെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല, എഴുത്തിൻ്റെ വൈവിധ്യങ്ങളായ തലങ്ങളിലേക്ക് അദ്ദേഹത്തിൻ്റെ യാത്ര പോകുന്നു. ഇപ്പം ഒരു യാത്ര പോകുന്നു എന്ന് പറഞ്ഞാൽ ആ യാത്രയേക്കാളേറെ അവിടെ കണ്ടുമുട്ടുന്ന മനുഷ്യരുടെ സ്നേഹവാത്സല്യങ്ങളെക്കുറിച്ച്, പരിചരണങ്ങളെക്കുറിച്ച്, അവരിലെ മാനസിക വശങ്ങളെക്കുറിച്ചൊക്കെയാണ് അതിലേറെ പ്രതിപാദിക്കുക. ഞാൻ അത്ഭുതപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്, അദ്ദേഹം കച്ചവട കാര്യത്തിന് വേണ്ടിയാണ് പോകുന്നത്. അപ്പോഴെങ്ങനെയാണ് ഇത്ര മാനസികമായ ഒരു സോല്ലാസം ഇങ്ങനെ അക്ഷരങ്ങളെ പുറക്കി വെക്കാൻ സാധിക്കുന്നത്? ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഏറെ വായിക്കപ്പെടട്ടെ ഈ കവിത എന്ന് മാത്രം കാരണം ഷാജിയെ കുറിച്ച് പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞു പോകുന്നതുകൊണ്ടാണ്. ഐ എം വെരി സോറി. ഓൾ ദ ബെസ്റ്റ്. ഏറെ വായിക്കപ്പെടട്ടെ. നന്ദി, നമസ്കാരം, ആശംസ. ഞാൻ കോൺഷ്യസ് ആവാൻ കുറച്ച് നേരം എടുത്തു. കാരണം അണ്ണനെ എങ്ങനെ തടസ്സപ്പെടുത്തുക? പുസ്തകം സ്വീകരിച്ചിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട കവി അവതാരകൻ കുഴൂർ വിൽസൺ നമ്മളോട് സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, 2003-ലാണ് ഞാൻ ഷാജിബായിയെ പരിചയപ്പെടുന്നത്. അതിനുശേഷം 2006 മലയാളത്തിൻ്റെ ബ്ലോഗൊക്കെ ആരംഭിക്കുമ്പോൾ അതിന് ഏറ്റവും സജീവമായ ആളുകളിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. ആ കാലങ്ങളിൽ നമ്മൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. മേഘ സന്ദേശം എന്നുള്ളത്, സന്ദേശം അയക്കാൻ മേഘത്തെ ആശ്രയിച്ച കവിയെ കുറിച്ചുള്ളതാണ്. അത് ഏറെ കാലങ്ങൾക്ക് ശേഷം പുതിയ കുട്ടികൾ അത് നടപ്പാക്കി എന്നുള്ളതാണ്. ഒരാൾ ഭാവിച്ചുവെങ്കിൽ, ഒരാൾ ഒരു സന്ദേശം മറ്റൊരാൾക്ക് അയക്കുന്നത് ഭാവനയിൽ കണ്ടു എങ്കിൽ വർഷങ്ങൾക്ക് ശേഷം ആ തലമുറയുടെ പുതിയ കുട്ടികൾ അത് നടപ്പാക്കി. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം, മേഘ സന്ദേശത്തിന്റെ കാര്യമില്ല. എവിടെ ഇരുന്നാലും മനുഷ്യരെ നേരിൽ കണ്ട സന്ദേശം കൈമാറാനുള്ള കഴിവ്. അപ്പോ ആദ്യം അത് ഭാവിച്ച കവിയാണോ, അത് നടപ്പാക്കിയ ആളാണോ കവി എന്നുള്ള ഒരു ചോദ്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. ഭാവനയുടെയും സാങ്കേതികതയുടെയും അങ്ങനെ ഒരു കൂട്ടിമുട്ടൽ പുതിയ നക്ഷത്രങ്ങളെ ഉത്പാദിപ്പിക്കുന്ന ഒരു കാലത്താണ്. അപ്പൊ ഞാനിത് പറയാൻ കാരണം, ഷാജിബായിയുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട 3 നക്ഷത്രങ്ങൾ ഉൾപ്പെടെ അദ്ദേഹം ഉണ്ടാക്കിയ അദ്ദേഹത്തിന്റെ ജീവിത കവിത വലുതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നെ പോലെയുള്ള മുഴുവൻ സമയ കവിത തിരഞ്ഞെടുത്ത മനുഷ്യർ മറ്റു ചില സൗഹൃദങ്ങൾ ഉൾപ്പെടെയുള്ള ബന്ധങ്ങൾ നഷ്ടമാകുമ്പോൾ അവനവന്റെ ചെറിയ പരിസരത്തിൽ തൊടുന്ന എന്തും കവിതയാക്കുന്ന ഒരാൾ, അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഈ അവസാനം ലഭിച്ച OV വിജയൻ അവാർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ, യാഥാർത്ഥ്യബോധത്തിന്റെ ഒരു കവി എന്നുള്ള നിലയിൽ, പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിൽ ജോലി ചെയ്തുകൊണ്ട് നിരന്തരം
സർഗപ്രക്രിയയിൽ മറ്റൊരു കാര്യത്തിന് മുടക്കമില്ല എന്ന് ഓർക്കണം. അത് മാത്രവുമല്ല, അദ്ദേഹത്തിന്റെ ഭൗതിക ജീവിതവും കുടുംബ ജീവിതവും സാമൂഹിക ജീവിതവും അസൂയയോടെ നോക്കിക്കാണുന്ന എളിയവരിൽ ഒരാളാണ് ഞാൻ. എനിക്ക് നേടിയ അവസാനത്തെ അവാർഡ് ഉൾപ്പെടെ അതിശോക്തിയല്ല അദ്ദേഹത്തിന്റെ മുമ്പിൽ വയ്ക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നു. കുതിരകളുമായി നല്ല ബന്ധം പുലർത്തിയിരുന്ന ഒരു ഭൂതകാലം ഷാജിബായിക്കുണ്ട്. പിന്നീടും അതിന്റെ തുടർച്ചയുണ്ടായി. യന്ത്രഭാഗങ്ങൾ ഒരു സമയത്ത് ഇപ്പോൾ യന്ത്രഭാഗങ്ങളെ സ്നേഹിച്ച് ആ സ്നേഹം കിട്ടാതെ വന്നപ്പോൾ ആത്മഹത്യ ചെയ്ത ഒരു വാർത്ത നാം കേട്ടു. പക്ഷേ ഈ കവിതയുടെ പുസ്തകത്തിൽ, ഈ പ്രതീക്ഷയുടെ ഡിസയർ എന്നർത്ഥം വരുന്ന ഈ ജീവിതോത്സാഹത്തിന്റെ ഈ പുസ്തകത്തിൽ ഒരു കവിതയുണ്ട്. അത് ദുബായിലെ തന്റെ ഉപേക്ഷിക്കപ്പെട്ട കാറിനെ കുറിച്ചാണ്. യന്ത്രഭാഗങ്ങൾക്ക് സ്നേഹമുണ്ട്, അത് ഒരുപക്ഷെ മനുഷ്യനേക്കാൾ നമ്മൾ വിലമതിക്കുമെന്നുള്ള ആ വലിയ കവിതയുടെ ചെറിയ 4 വരി വായിച്ചുകൊണ്ട് ഈ പ്രകാശന കർമ്മത്തിൽ ഏറ്റവും സ്നേഹത്തോടെ ഗുരുക്കന്മാർക്കും സ്നേഹിതന്മാർക്കും ഒപ്പം ഷാജിബായിയോട് പങ്കുചേരുന്നു. ആ കവിതയുടെ തലക്കെട്ട് അല്പം പ്രത്യേകതകൾ ഉള്ളതാണ്. ആത്മാംശം എൻ്റെ ആത്മാംശം എന്നാണ്. 1.5 പതിറ്റാണ്ടോളം സന്തത സഹചാരിയായിരുന്ന എൻ്റെ വെള്ളക്കുതിര കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ വെള്ളം കുടിച്ച് മരിച്ചു എന്ന സ്വന്തം കാറിനെ കുറിച്ചാണ് വെള്ളപ്പൊക്കത്തിലുണ്ടായ ഒരു സംഭവം. ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ സ്നേഹ നിമിഷങ്ങളിൽ പങ്കാളിയാകുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു വിൽസൺ. സോ എല്ലാവരുടെയും കഴുത്തിന് പിടിക്കുന്ന ഒരു പണിയായതുകൊണ്ടാണ് ക്ഷമിക്കുക. അടുത്തത് പുസ്തക പ്രകാശനത്തിൽ പരിചയമില്ലാത്ത, അത്ര തന്നെ പരിചയമില്ലാത്ത ഒരു പരിപാടിയാണ്. നമ്മുടെ സോറി സജ്ന അബ്ദുള്ള, നമ്മുടെ അക്ഷയക്കൂടത്തിലെ അഡ്മിന്മാരിൽ ഒരാളായ സജ്ന അബ്ദുള്ളയെ ആശംസ അർപ്പിക്കുന്നതിന് 2 വാക്കുകളിൽ ആശംസ അർപ്പിക്കുന്നതിന് ക്ഷണിക്കുന്നു. മാതാപിതാ ഗുരു ദൈവം എന്ന ഒരു വാക്ക് സ്വന്തം ജീവിതത്തിൽ ഇത്ര മനോഹരമായി പകർത്തിയ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അതാണ് ഷാജി. എല്ലാവരോടുമുള്ള ആ കരുതല്, സ്നേഹം, അത് വലിപ്പച്ചെറുപ്പമൊന്നുമില്ല കേട്ടോ, എല്ലാവരോടും. അത് ഷാജിയുടെ എഴുത്തുകളിലുമുണ്ട്. ആ കാവ്യ ഭംഗി എല്ലാം ഒരു സാധാരണക്കാർക്ക് ആസ്വദിക്കാൻ കഴിയണം. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് പൊന്നാനി എന്ന് പറഞ്ഞാൽ പണ്ട് ആകെ പൊന്നാനി പോയി തൊപ്പിയിടുക, ഇതാണ് എനിക്ക് പൊന്നാനിയെ കുറിച്ച് അറിഞ്ഞിരുന്നത്. അതെ, കേട്ടറിവ് അതായിരുന്നു. ഞാൻ ഒരിക്കലും പോയിട്ടില്ല പൊന്നാനിയില്. അപ്പൊ ഇതാണ് ഞാൻ കേട്ടിരുന്നത്. അപ്പൊ ഞാനാണെങ്കിലോ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിന്റെ മകൾ എന്നൊരു അഹങ്കാരം ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ ഷാജി പൊന്നാനിയെ കുറിച്ച് വിവരിച്ച് എഴുതി ആ എൻ്റെ ധാരണ പൊളിച്ചു കളഞ്ഞു. ഇപ്രാവശ്യം ഞാൻ ആദ്യമായിട്ട് പൊന്നാനി പോയത് ഷാജിയുടെ വീട്ടിലാണ്. ഷാജിയുടെ ഖയാൽ എന്നാണ് ഷാജിയുടെ വീടിന്റെ പേര്. അത് ആ ഷാജിയുടെ കരുതലാണ്. എല്ലാവർക്കും അത് കിട്ടുന്നുണ്ട്. അത് ഇവിടെ ഇരിക്കുന്ന പലരും, ശിവേട്ടനടക്കം അല്ലെങ്കിൽ ജപിക്കടക്കം എല്ലാവരും ഒരുപാട് അനുഭവിച്ചവരാണ്. അത് തന്നെയാണ് എൻ്റെ അനുഭവം. എനിക്ക് ഒരുപാട് പറയാനുണ്ട്, പക്ഷെ ഇവിടെ കത്തി വെച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ തൽക്കാലം ഒന്നും പറയുന്നില്ല. ഷാജിയുടെ ഈ പുസ്തകം ഒരുപാട് വായിക്കപ്പെടട്ടെ, എല്ലാവരുടെ അടുത്ത് എത്തട്ടെ എന്ന് തന്നെയാണ് എൻ്റെയും ഖാഹിഷ്. അപ്പൊ എല്ലാ ആശംസകളും എൻ്റെ പ്രിയ അനിയന്. എനിക്ക് ഓൾറെഡി വാണിജ്യം കിട്ടിയിട്ടുണ്ട് ഇവിടുന്ന്. പുസ്തക പ്രകാശനം വരട്ടെ, ശരിയാക്കി തരാം കേട്ടോ. ഇനി നമ്മുടെ പ്രിയപ്പെട്ടവരെ ചെറുതായി ഒന്ന് ആദരിക്കുന്ന ഒരു പരിപാടിയാണ്. പെട്ടെന്ന് തീർക്കാം കേട്ടോ. പ്രിയപ്പെട്ട KPKയെ ആദരിക്കുന്നത് ഷാജിയുടെ നല്ല ഭാര്യ ബബിത ഷാജിയാണ്. ആദരപൂർവ്വം ക്ഷണിക്കുന്നത്. ചുമ്മാ ഒരു പൂവ് കൊടുക്കുന്നേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. ഒരു പൊന്നാടി അടിക്കുകയോ ഒരു പൂവ് കൊടുക്കുകയോ അത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു. ഒറ്റപ്പടത്തിന് നമുക്ക് സമയമുള്ളൂ. അടുത്തത് കുഴൂർ വിൽസനെ ഉപഹാരമണിയിക്കുന്നത് അതൊരു വിഷാണ് കേട്ടോ. മൂപ്പിളമ്മ ഞാൻ തെറ്റിച്ചിട്ടുണ്ട്. ഇത് 2ാമത്തെ അവളാണ്. 3ാമതാണ് വരേണ്ടിയിരുന്നത്. പക്ഷെ ഇവിടെ തന്നെ വേണം എന്ന് അവൾക്ക് നിർബന്ധം.
താങ്ക് യു. അടുത്ത ശിവേട്ടനെ പൊന്നാടി അണിയിക്കുന്നത് ഡോക്ടർ ലാമിയാൻ ജൂൺ. ഇപ്പോൾ ഫ്രഷ്ലി ഗ്രാജുവേറ്റഡ് ആണ്. MD എടുത്ത് അടങ്ങും എന്ന വാശിയിൽ നിൽക്കുന്നവളുമാണ്. പുസ്തകം ചിരന്തനയിൽ ലഭ്യവുമാണ്. താങ്ക് യു വെരി മച്ച്. നിസാർ ഇബ്രാഹിം, നമ്മുടെ പ്രിയപ്പെട്ട കലാകാരൻ, ശില്പി, അടങ്ങി ഒതുങ്ങി അവിടെ ഇരിപ്പുണ്ട്. പ്ലീസ് കം. കവർ പേജ് ചെയ്തു ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. മനോഹരമായ കവറാണ് നിസാർ ഇബ്രാഹിം ചെയ്തത്. മോളോ പ്ലീസ് കം. ലിഷാൻ സിദ്ര ഷാജിയുടെ ഇളയ മകളാണ്. അതാണ് ഒരു ശില്പി കലാകാരൻ എന്നൊക്കെ പറയുന്നത്. എന്തൊരു കലകാണ്. താങ്ക് യു വെരി മച്ച്. കുഴൂർ വിൽസന് ഷാജി ഒരു ഇപ്പൊ ആദരവാണ് നടന്നത് കേട്ടോ. ഇനി ഉപഹാരമാണ്. കുഴൂർ വിൽസൺ സമ്മാനിക്കുന്നത് നമ്മുടെ കാശിന്റെ രചയിതാവ് ഷാജി, ബബിത ഷാജി. ക്വാഹിഷിന്റെ വരുമാനം, പുസ്തകം വിറ്റ് കിട്ടുന്ന വരുമാനം, നമ്മുടെ ഒരു ചെറിയ പദ്ധതി വരുന്നുണ്ട്. അതായത് നമുക്കറിയാം വയനാട്ടിലെ ദുരന്തം. ആ ദുരന്തത്തിൽ എല്ലാം നഷ്ടമായവർക്ക് ഒരു ലൈബ്രറി സെറ്റപ്പ് ആയിട്ടാണ് ഈ വരുമാനം, ഈ ബുക്കിന്റെ വരുമാനം പോകുന്നത്. അതിന്റെ ഒരു കോർഡിനേറ്റർ ഇവിടെയുണ്ട്, ഡോക്ടർ താഹിറ. ഞാൻ എന്നെ തന്നെ ആദരിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. താങ്ക് യു വെരി മച്ച്. അപ്പൊ ഈ വരുമാനം പോകുന്നത് ആ പുസ്തക ലൈബ്രറിയിലേക്കാണ്. അതുപോലെ തന്നെ മറുപടി ഉണ്ട്. പലപ്പോഴും ഇതിന് സമയം കിട്ടാറില്ല. ഡോക്ടർ താഹിറ ഡോക്ടർ താഹിറക്ക് പറയാനുണ്ട്, പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് ഈ പറഞ്ഞത് തന്നെ ആണ് കാര്യം. അവരാണ് ഈ ലൈബ്രറിയുടെ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നത്. താങ്ക് യു. ഷാജി ഹനീഫ് പ്ലീസ്. ഗുരുവായൂർ താലികെട്ട് പോലെയാണെന്ന് എല്ലാവർക്കും അറിയാം. 25 മിനിറ്റ് കൊണ്ട് ഇത്രയും ആളുകൾ സംസാരിക്കണം. പ്രകാശനത്തിൽ ഒരുപാട് ചടങ്ങുകൾ കഴിഞ്ഞു. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇതിന്റെ ടൈറ്റിൽ ക്വാഹിഷ്, ഡിസയർ, അഭിലാഷം. എൻ്റെ പ്രിയപ്പെട്ട കവി മിർസ ഗാലിബിന്റെ ഒരു കവിതയുടെ ആദ്യ വരികളിലുള്ളതാണ്. ഹസാരോ ഖ്വാഹിഷേ ऐसे के हर ख्वाहिश पे दम निकले बहुत निकले मेरे अरमान लेकिन फिर भी कम निकले. അതിനർത്ഥം അഭിലാഷങ്ങൾ 1000 ഇതുപോലെ എല്ലാ അഭിലാഷങ്ങൾക്കും ഒരു ശക്തിയുണ്ട്. ആഗ്രഹങ്ങൾ ഒരുപാടെങ്കിലും അതിലല്പം മാത്രം ഒളിവാകും. എൻ്റെ ജീവിതം ദഹിപ്പിച്ചു ചേർന്ന 1000 അഭിലാഷങ്ങൾ. നന്ദി പറഞ്ഞതിലും ഒരുപാട് പേർക്ക് നന്ദി പറയേണ്ടത് എൻ്റെ ഏട്ടന്മാരാണ്, ശിവേട്ടനും KP കേന്ദ്രനും, പിന്നെ എൻ്റെ അനുജനാണ്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും സഹോദരനുമാണ് വിൽസൺ കുഴൂർ. അദ്ദേഹം അവാർഡിന് ശേഷം ആദ്യമായിട്ട് സന്ദർശനമാണ്. പിന്നെ ഇവരൊക്കെ തികച്ചും ഒരു പൈസ പ്രതിഫലമാകാതെ എനിക്കെല്ലാം ചെയ്യുന്നത്. ബുക്ക് പ്രസിദ്ധീകരിച്ചതും ചിത്രം വരച്ചതും അവതാരിക എഴുതിയതും പിന്നെ എൻ്റെ പെങ്ങൾ സജനത, പിന്നെ എന്തിനും എപ്പോഴും കൂടെ നിൽക്കുന്ന അമിക്ക, പിന്നെ ഇത്രയും പേര് മാത്രം. എൻ്റെ പ്രിയപ്പെട്ട പൊന്നാനിക്കാർ ഞങ്ങളുടെ എന്ത് പരിപാടിയിലും കൃത്യമായി എത്തുന്ന ഓരോരുത്തർ പേരെടുത്ത് ഞാൻ പറയുന്നില്ല. അവരുടെ സാന്നിധ്യം, അക്ഷരക്കൂട്ടത്തിന് 25ാം വർഷം ആഘോഷിക്കുന്ന അക്ഷരക്കൂട്ടത്തിൻ്റെ സാന്നിധ്യം, കുടുംബത്തിൻ്റെ സാന്നിധ്യം, ഈ പുസ്തകം ഇറക്കിയ സാഗ ബുക്സിന് നന്ദി, ഇതിൽ ചിത്രം വരച്ച നിസാർ ഇബ്രാഹിമിന്, ഇതിൻ്റെ ഉള്ളിലെ ചിത്രങ്ങൾ വരച്ച എൻ്റെ പ്രിയ സുഹൃത്ത് താജ് ബക്കറാണ്, അദ്ദേഹത്തിനും അവതാരിക എഴുതി ശിവേട്ടനും എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരന്മാർക്കും സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഇത്രയും നേരം പങ്കെടുത്തവർക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നു. എല്ലാവരും പുസ്തകം വാങ്ങുക. ഈ പുസ്തകത്തിൻ്റെ വരുമാനം ഇതുപോലെ വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് ലൈബ്രറി നിർമ്മിക്കാൻ വേണ്ടി. ഷാജി ഹനീഫിൻ്റെ കവിതാ സമാഹാരം ക്വാഹിഷ് പ്രകാശനം ചെയ്തു. ഷാജി ഹനീഫിൻ്റെ 6ാമത് പുസ്തകം ക്വാഹിഷ് കവിതാ സമാഹാരം ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിലെ റൈറ്റേഴ്സ് ഫോറത്തിൽ വെച്ച് KPK വേങ്ങരയും കവി കുഴൂർ വിൽസനും ചേർന്ന് പ്രകാശനം ചെയ്തു. P. ശിവപ്രസാദ് പുസ്തകം പരിചയപ്പെടുത്തി. സജ്ന അബ്ദുള്ള ആശംസ നേർന്നു. ഹമീദ് ചങ്ങരകുളം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നിസാർ ഇബ്രാഹിം, യാക്കൂബ് ഹസൻ, മുഹമ്മദ് അനീഷ്, ബബിത ഷാജി എന്നിവർ സംബന്ധിച്ചു. NCV ന്യൂസ് പൊന്നാനി.